എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ഇതാണ് നമ്മുടെ ഗർഭപാത്രം. അണ്ഡാശയം, 2 ട്യൂബ്സ്. ഗർഭപാത്രത്തിന്റെ വായ്മുഖമാണ് എന്താണ് സെർവിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഗർഭാശയ മുഖം അല്ലെങ്കിൽ സെർവിക്സിൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറും പിന്നെ അതിൻ്റെ ഒപ്പം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെർവൈക്കൽ ക്യാൻസറുമാണ് നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകളിൽ ഒരുപാട് കണ്ടുവരുന്നത്. ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരാവുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അബ്നോർമൽ വജൈനൽ ബ്ലീഡിങ്, അതായത് സാധാരണ നമുക്ക് പീരിയഡ് ടൈമിൽ വരുന്നതല്ലാതെ ഇടയ്ക്കും തലയ്ക്കുമായിട്ട് കുറച്ചൊക്കെ ബ്ലീഡിങ് വരിക, അതുപോലെ അൺയൂഷ്വൽ ആയിട്ട് വജൈനൽ ഡിസ്ചാർജ്, ആ ഒരു സാധാരണ വരുന്ന ഒരു വജൈനൽ ഡിസ്ചാർജ് അല്ലാതെ അതിൽ നിന്നും വ്യത്യസ്തമായ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടെങ്കിലോ, അതേപോലെ ആ പെൽവിക് ഏരിയ, പെൽവിക് എന്ന് പറയുമ്പോൾ എന്താ, ഇടുപ്പിൻ്റെ ആ ഭാഗം, ഇടുപ്പ് ഏരിയയിൽ വേദന ഇങ്ങനെ വന്നും പോയിട്ടും ഉണ്ടെങ്കിലോ, അതേപോലെ മെൻസ്ട്രൽ സൈക്കിൾ, നമ്മുടെ ഈ ആർത്തവത്തിൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ, അത് കുറച്ചുകൂടി കൂടുതൽ ദിവസം ബ്ലീഡിങ് ഉണ്ടാവുക, കുറച്ചധികം തന്നെ ബ്ലീഡിങ് ഉണ്ടാവുക, അതേപോലെ കാല് കഴപ്പ്, ഒരു കാലിൽ മാത്രമായിട്ട് ഒരു വേദന അല്ലെങ്കിൽ ഒരു നീരുണ്ടാവുക, അതേപോലെ വെയിറ്റ് പെട്ടെന്ന് നമ്മുടെ ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മയും അതിനൊപ്പം വരിക, അതേപോലെ മൂത്രം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരിക, അതേപോലെ നമ്മൾ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട ശേഷം നമുക്ക് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടാവുക, എപ്പോഴും ക്ഷീണമായിരിക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങനെ നമുക്ക് ഈ അടുത്ത കാലത്തിൽ പെട്ടെന്ന് ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ദയവായി ഡോക്ടറെ ചെന്ന് കണ്ട് അത് വേറെ കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ എന്ന് നിർബന്ധമായും പരിശോധിക്കേണ്ടതാണ്. ഇതിനർത്ഥം ഇതിലേതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ ഉടൻ തന്നെ അയ്യോ എനിക്ക് ക്യാൻസർ ആണോ എന്ന് പേടിച്ച് ഉറങ്ങാതെ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതിൽ പല സിംറ്റംസും വേറെ പല കാര്യങ്ങൾക്കും വരാവുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല വീഡിയോസിലും ഇങ്ങനെ ഈ വൈറ്റ് ഡിസ്ചാർജ് വരാനുള്ള കാരണങ്ങളെക്കുറിച്ച്, അതേപോലെ പീരിയഡ്സ് കൂടുതൽ വരാനുള്ള കാരണങ്ങളെക്കുറിച്ച്, വെയിറ്റ് കുറയാനുള്ള കാരണങ്ങളെക്കുറിച്ച്, ബ്ലീഡിങ് ഇങ്ങനെ അബ്നോർമലായി വരാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ കുറേയൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്.